എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് കിട്ടിയ ഒരു ന്യൂസാണ്. അതായത് നമ്മുടെ ഡൽഹിയാണ് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി കൂടുതൽ പേര് ചെയ്യുന്ന കേന്ദ്രം. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിനെയും സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെയും മറികടന്ന് ഡൽഹി ഇന്ത്യയുടെ ക്രിപ്റ്റോ കറൻസി തലസ്ഥാനമാകുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസി നിക്ഷേപകർ ഡൽഹിയിലാണുള്ളതെന്ന് ഇതിൽ കാരണമായിട്ട് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമായ കോയിൻ സ്വിച്ചിന്റെ ഒരു റിപ്പോർട്ട് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ കാര്യങ്ങൾ. ഇന്ത്യയിലുടനീളം ഏകദേശം 19 ദശലക്ഷത്തിലധികം ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് രാജ്യത്തിന്റെ മൊത്തം ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപകർ 20%. അതുകൂടാതെ രണ്ടാം നിര നഗരങ്ങളിൽ ക്രിപ്റ്റോ കറൻസി എണ്ണവും ഈ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള രണ്ടാം നിര നഗരങ്ങളിൽ, അതായത് പൂന, ജയ്പൂർ, ലഖ്നൗ എന്നിവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപകർ. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ തന്നെ ഈതർ, ബിറ്റ്കോയിൻ തുടങ്ങിയ വലിയ വിപണി മൂലധനവൽക്കരണ ക്രിപ്റ്റോ കറൻസികളാണ് ഭൂരിഭാഗം ആളുകളും ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയത്. അതായത് മൊത്തം ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരിൽ 75% ആളുകളിൽ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളാണ്. ഇപ്പോഴത്തെ പുതിയ ഇത് സർവേ വന്നിരിക്കുന്നത് വെച്ചാൽ ഈ ആളുകൾ, അതായത് ഇവരൊക്കെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ക്രിപ്റ്റോ കറൻസി ഡോജി കോയിനാണ്. ഈ ഡോജി കോയിന്റെ മൊത്തം നിക്ഷേപ മൂല്യം ഏകദേശം 11% വരും. ബിറ്റ് കോയിന്റെ ഏകദേശം 8.5% മാത്രമേ ഉള്ളൂ. അതുകൂടാതെ അതിന് തൊട്ട് താഴെ നിൽക്കുന്നത് എതറിയത്തിന് ഏകദേശം 6.4%. ഇതാണ് ഇതിലെ 2-3 സ്ഥാനം. ആദ്യം ഡോജി കോയിൻ, പിന്നെ ബിറ്റ് കോയിൻ, പിന്നെ എതറിയ. അതുകൂടാതെ മറ്റൊരു റിപ്പോർട്ടും കൂടി വന്നു. അതായത് ബിറ്റ് കോയിൻ മൈൻ ചെയ്യുന്ന ആളുകളുടെ വരുമാനം വർഷം തോറും വർദ്ധിക്കുന്നതായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് 2023 ഇടപാട് ഫീസായി ബിറ്റ് കോയിൻ, അതായത് BTC മൈനിങ് ചെയ്യുന്നവരുടെ വരുമാനം ഏകദേശം $2 മില്യൺ. അത് വർഷം തോറും 400% വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബിറ്റ് കോയിൻ മൈൻ ചെയ്യുന്നവരുടെ വരുമാനം വർഷം തോറും 400% വർദ്ധിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്.